കഴിഞ്ഞ 154-ാമത്തെ എപ്പിസോഡിൽ റോം ഭരിച്ചിരുന്ന 137-ാമത്തെ മാർപ്പാപ്പ ജോൺ 15-ാമൻ്റെ കാലഘട്ടമാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് 155-ാമത്തെ എപ്പിസോഡിൽ അതേ 137-ാമത്തെ മാർപ്പാപ്പ ജോൺ 15-ാമൻ്റെ കാലത്തെ സംഭവ വികാസങ്ങളെപ്പറ്റി നാം ചർച്ച തുടരുകയാണ്. ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യൻ ചരിത്രത്തിൽ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. 987-ൽ നെസ്തോറിയൻ വിശ്വാസിയായ ഒരു മങ്ക് അദ്ദേഹം ചൈനയിലേക്ക് യാത്രയായി. ചൈനയിൽ 5-ാം നൂറ്റാണ്ടിന് ശേഷം ക്രിസ്ത്യാനികൾ പോയി അവിടെ ചക്രവർത്തിയെ കണ്ട് അവർക്ക് പള്ളികളൊക്കെ അനുവാദം കൊടുത്ത് അവിടെ ഒരു ക്രിസ്ത്യൻ സമൂഹം ഉണ്ടായിരുന്നു. ആ ക്രിസ്ത്യൻ സമൂഹത്തിന് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി ഈ നെസ്തോറിയൻ മങ്ക് അവരുടെ റെക്കോർഡുകളിൽ പറയുന്ന സ്ഥലങ്ങൾ മുഴുവൻ പോയി വിസിറ്റ് ചെയ്തു. പക്ഷേ ഒരൊറ്റ ക്രിസ്ത്യാനിയെ പോലും അവിടെ കണ്ടെത്തിയില്ല. എന്താണ് സംഭവിച്ചത് എന്ന് നെസ്തോറിയൻ മങ്ക് അന്വേഷിച്ചെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ 300 വർഷങ്ങൾക്കിടയിൽ ഏതോ ചക്രവർത്തി അവരെ ഉപദ്രവിച്ചിട്ടുണ്ടാവാമെന്നും അതുകൊണ്ടാണ് അവർക്ക് അവിടെ നിന്ന് വഴയ്ക്കാൻ പറ്റാതെ പോയതെന്നും വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ മുമ്പ് അവർ പോയപ്പോൾ യാക്കോബ് എന്ന് പറയുന്ന നെസ്തോറിയൻ കശീശ ചക്രവർത്തിയെ കണ്ടതൊക്കെ രേഖപ്പെടുത്തി വെച്ചത് നമുക്ക് ചരിത്രത്തിന് ലഭിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ചൈനയിലെ ക്രിസ്തുമതം ഏതാണ്ട് അസ്തമിച്ച മട്ടായി 9-ാം നൂറ്റാണ്ട് ആയപ്പോൾ, 8-ാം നൂറ്റാണ്ട് 9-ാം നൂറ്റാണ്ടായപ്പോൾ. പക്ഷേ 1300 വർഷത്തിന് ശേഷം 2 ക്രിസ്ത്യാനികൾ ചൈന ഭരിച്ചു. ഒന്ന് സന്യാർസൻ, ക്രിസ്തുമതം സ്വീകരിച്ച സന്യാർസൻ 1912 അവിടുത്തെ പ്രസിഡൻ്റായി. പിന്നെ ചിയാങ് കൈഷക്, അദ്ദേഹത്തിൻ്റെ ബ്രദറിലുമായ സന്യാർസൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് ചിയാങ് കൈഷക് കല്യാണം കഴിച്ചിരുന്നത്. ചിയാങ് കൈഷക്കും ക്രിസ്ത്യാനിയായിരുന്നു. അങ്ങനെ 2 ക്രിസ്ത്യാനികൾ ചൈനയുടെ പ്രസിഡന്റുമാരായി 1912 to 1948. അങ്ങനെ 36 വർഷം ചൈന ക്രിസ്ത്യാനികൾ ഭരിച്ചു. ഇത് ചരിത്രത്തിൻ്റെ മറ്റൊരു വശമാണ്. അപ്പോൾ AD 987 പോയ നെസ്തോറിയൻ മങ്കന് ഒന്നും കാണാൻ പറ്റിയില്ല. 988 വളരെ പ്രത്യേകതയുള്ളൊരു സംഭവം ഉണ്ടായി. കീവിയൻ റൂസ് എന്ന് പറയപ്പെടുന്ന ജനവിഭാഗം, കീവ് എന്ന് പറയുന്നത് യുക്രൈൻ്റെ തലസ്ഥാനമാണ്. യുക്രൈൻ്റെ തലസ്ഥാനമായ കീവ് തൊട്ട് ഇപ്പോഴത്തെ പെട്രോഗ്രാഡ് എന്ന് പറയുന്ന സ്ഥലം വരെയുള്ള ഭൂപ്രദേശം, അവിടെയുള്ള ആളുകൾ ക്രിസ്തുമതത്തിലേക്ക് തിരിയാൻ തുടങ്ങി. അത് വ്ളാഡിമിർ ചക്രവർത്തി പ്രോത്സാഹിപ്പിച്ചു. വ്ളാഡിമിർ ചക്രവർത്തിയുടെ അമ്മ ഒരു ക്രിസ്ത്യാനിയായിരുന്നു, സീക്രട്ട് ക്രിസ്ത്യനായിരുന്നു. എങ്കിലും അമ്മയും അതിനെ സഹായിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് യുക്രൈൻ പതുക്കെ ക്രിസ്തുമതത്തിലേക്ക് വരാൻ തുടങ്ങി, ഓർത്തഡോക്സ് ക്രിസ്തുമതത്തിലേക്ക് വരാൻ തുടങ്ങി. ഇത് വ്ളാഡിമിർ ചക്രവർത്തി സ്വാധീനിച്ച ഒരു സംഭവമാണ്. അമ്മ ക്രിസ്ത്യാനിയാണ്. ഈ കീവിയൻ റൂസ് ക്രിസ്തുമതത്തിലേക്ക് വന്നതും വ്ളാഡിമിറിനെ സ്വാധീനിച്ചു എന്നാണ് ചരിത്രകാരന്മാർ വിശകലനം ചെയ്യുന്നത്. 995 ക്രിസ്ത്യൻ മിഷണറീസ് നോർവേയിലെത്തി. അവരെ നോർവേയിൽ നിന്ന് ഐസ്ലാൻഡിലൂടെ പോയി. അങ്ങനെ നോർവേയിലെ ക്രിസ്തുമതം ശക്തിപ്പെട്ടു. അതുകൂടാതെ നേരത്തെ ഗ്രീൻലാൻഡിൽ പോയിരുന്നു. അത് കഴിഞ്ഞ് അവർ ഐസ്ലൻഡിൽ പോയി. അവിടെയും ക്രിസ്തുമതം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഐസ്ലൻഡിലെ 1000 വർഷങ്ങൾക്ക് മുമ്പാണ് പ്രസിദ്ധമായ റെയ്ക് ജാവിക്കിലെ പള്ളിയും അതുപോലെ തന്നെ അവിടുത്തെ പാർലമെൻറ്റും സ്ഥാപിക്കപ്പെട്ടത്. ലോകത്തിലെ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് പാർലമെൻറ്റ് ഐസ്ലാൻഡിലാണ്. പക്ഷേ അതിന് തുടക്കം കുറിച്ചത് ഈ 100 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്ത്യൻ മിഷണറീസ് നോർവേയിൽ പോയി അവിടുന്ന് ഐസ്ലാൻഡിലെത്തി നടത്തിയ വലിയ പ്രചരണങ്ങളാണ്. ഈ സമയത്തെ പാട്രിയാർക്കുകൾ ആരൊക്കെയായിരുന്നു? ഓർത്തഡോക്സ് സഭയുടെ പാട്രിയാർക്കുകൾ. അലക്സാണ്ട്രിയയിൽ ഏലിയാസ് ഒന്നാമൻ തുടരുകയാണ് 963 തൊട്ട് 1000 ആണ്ട് വരെ. കോപ്റ്റിക് പോപ്പ് ഫിലോത്തിയൂസ് 979 മുതൽ 1003 വരെ. അന്ത്യോക്യയിൽ ജോൺ 7-ാമൻ സെറാഗട്ട 965 മുതൽ 985 വരെ. കോൺസ്റ്റാന്റിനോപ്പിളിലെ സെർജിയസ് 3-ാമൻ 980 മുതൽ 991 വരെ. അത് കഴിഞ്ഞ് നിക്കോളാസ് 2-ാമൻ ക്രൈസ്റ്റോഗുളസ് 991 മുതൽ 996 വരെ. ജെറുസലേമിൽ സൈമൺ 1-ാമൻ 984 മുതൽ 996 വരെ. ഇങ്ങനെയാണ് ആ 6 പാത്രികീസ്മാർ, നമ്മൾ മനസ്സിലാക്കുന്ന 5 പാത്രികീസ്മാർ. ചക്രവർത്തി ബേസിൽ 2-ാമനാണ്. ചരിത്രം തിരുത്തിക്കുറിച്ച പ്രഗത്ഭനായ ബഗ്ലോ
എക്ടോണസ് എന്ന് വിളിക്കപ്പെടുന്ന ബഗ്ലറുകളെ പരാജയപ്പെടുത്തിയ ആൾ. അദ്ദേഹം 976 ഭരണത്തിൽ വന്ന് 1025 വരെ ഭരണം തുടർന്നിരുന്നു. അപ്പോൾ ചക്രവർത്തിയും 5 പാത്രികീസ്മാരും ഓർത്തഡോക്സ് സഭയുടെ വളരെ കൃത്യമായ വശത്ത് നിൽക്കുന്നവരാണ്. കത്തോലിക്ക സഭ യൂറോപ്പിൽ മാത്രം ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സഭയായിട്ട് നിൽക്കുകയാണ് ആ സമയത്ത്. ഈ സമയത്ത് പ്രസിദ്ധനായ ഒരു വിശുദ്ധനുണ്ടായിരുന്നു. ആ വിശുദ്ധനാണ് സെയിൻറ്റ് ഓസ്വാൾഡ് എന്ന് പറയുന്നത്. 992 ഫെബ്രുവരി 29 അദ്ദേഹം മരിച്ച് വിശുദ്ധനായത്. ഓസ്വാൾഡ് കാൻഡർബറിയിലെ ആർച്ച് ബിഷപ്പിൻ്റെ സെയിൻറ്റ് ഓഡോ എന്ന് പറയുന്ന പ്രസിദ്ധനായ ആർച്ച് ബിഷപ്പിൻ്റെ സഹോദരപുത്രനാണ് ഓഡോ. അദ്ദേഹത്തെ ചെറുപ്പത്തിൽ തന്നെ ഈ അങ്കിള് ആർച്ച് ബിഷപ്പ് ട്രെയിൻ ചെയ്തു. ഒരു ക്രിസ്തീയ പുരോഹിതനാവാൻ വേണ്ടിയുള്ള ട്രെയിനിങ്ങാണ് അദ്ദേഹത്തിന് കൊടുത്തത്. വിഞ്ചസ്റ്ററിൽ അദ്ദേഹം വികാരിയായി, അച്ചമ്പട്ടം സ്വീകരിച്ചു. വിഞ്ചസ്റ്ററിലെ വികാരിയായി. പക്ഷേ അദ്ദേഹം അത് രാജിവെച്ച ശേഷം എനിക്ക് പുരോഹിതനായി ഇരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഫ്ലോറി ആശ്രമത്തിലേക്ക് പോയി താമസിക്കാനായിട്ട് പോയി. അദ്ദേഹം ഫ്ലോറി ആശ്രമത്തിൽ പോയി സന്യാസിയായി ജീവിക്കുന്ന സമയത്താണ് ഈ വിഞ്ചസ്റ്ററിൻ്റെ ഒരു ബിഷപ്പ് ഹുഡിലേക്ക് അദ്ദേഹത്തെ ഉയർത്തണമെന്ന് മാർപ്പാപ്പയ്ക്ക് തോന്നി. അങ്ങനെ മാർപ്പാപ്പ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, നീ ആശ്രമത്തിന് ജീവിക്കാൻ പറ്റിയല്ല, നീ വന്ന് ബിഷപ്പാവണമെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തെ വോഴ്സെസ്റ്റർ WORCHESTR വോഴ്സെസ്റ്ററിലെ ബിഷപ്പായി വാഴിച്ചു. അദ്ദേഹം പുതിയ ബെനഡിക്റ്റൈൻ ആശ്രമം പണിതു. ഇന്ന് നമ്മൾ കാണുന്ന വലിയ ബെനഡിക്റ്റൈൻ ആശ്രമം, വിഞ്ചസ്റ്റർ ആശ്രമം അദ്ദേഹം പണിഞ്ഞിട്ടുള്ളതാണ്. അങ്ങനെ പണിഞ്ഞ് അദ്ദേഹം അവിടെ പണിയിച്ച് 974 ഓസ്വാൾഡ് ആർച്ച് ബിഷപ്പായി ഉയർത്തപ്പെട്ടു. അദ്ദേഹം ക്രിസ്തീയ സുവിശേഷങ്ങൾ വ്യാഖ്യാനിക്കാൻ വേണ്ടി വളരെ ദീർഘമായി പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ സർമൺസ് ഭാഗ്യവശാൽ നമുക്ക് റെക്കോർഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ക്രൈസ്തവ സുവിശേഷത്തെ വളരെ അപഗ്രഥിച്ച് പഠിച്ച് അവതരിപ്പിക്കുന്ന ആളായിരുന്നു ആർച്ച് ബിഷപ്പ് ഓസ്വാൾഡ്. അദ്ദേഹത്തിന് പാവപ്പെട്ടവരുടെ വലിയ കരുണയായിരുന്നു. അദ്ദേഹം പാവപ്പെട്ട ബിലോ പോവർട്ടി ലൈനിൽ ആളുകൾ താമസിക്കുന്ന സ്ഥലമൊക്കെ വിസിറ്റ് ചെയ്യും. അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ധനപരമായോ അല്ലാതെയൊക്കെ അദ്ദേഹം സഹായിക്കും. അങ്ങനെ അദ്ദേഹം പാവപ്പെട്ടവരെ സഹായിച്ചു. 12 പാവപ്പെട്ട ആളുകളെ കൊണ്ടുവന്ന് അവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ആഹാരം കഴിച്ചിരുന്നുള്ളൂ. അദ്ദേഹം അവരെ വളരെ ഭംഗിയായിട്ട് ശുശ്രൂഷിക്കുകയും പലപ്പോഴും അവരുടെ കാലുകൾ കഴുകി അവരെ കുളിപ്പിച്ച് ശുദ്ധമാക്കാനും ആർച്ച് ബിഷപ്പ് ശ്രദ്ധിക്കുമായിരുന്നു. 33 വർഷം അദ്ദേഹം ബിഷപ്പായി. 33 വർഷം അദ്ദേഹം ബിഷപ്പായ ശേഷം അദ്ദേഹം തൃത്വത്തിന് സ്തുതി കൊടുത്ത് ലൗകിക വിരക്തി ഉണ്ടെങ്കിലേ ലോകം നന്നാവുമെന്ന് ലോകത്തെ പഠിപ്പിച്ച് അദ്ദേഹം മരിക്കുകയാണ് ഉണ്ടായത്. ഓസ്വാൾഡിനെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ഫെബ്രുവരി 29 അദ്ദേഹത്തിൻ്റെ വിശുദ്ധനുമാക്കി തീർക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെയാണ് രസകരമായൊരു സംഭവം. ലീപ്പ് ഇയർ ഉണ്ടാകുന്ന ഫെബ്രുവരി 29 അദ്ദേഹം മരിച്ചത്. അപ്പോൾ എല്ലാ വർഷവും ഇദ്ദേഹത്തിന് വിശുദ്ധനും ഇല്ല. കാര്യം 4 വർഷം കൂടിയിരിക്കുമ്പോഴാണ് ഫെബ്രുവരിക്ക് 29 ദിവസം വരുന്നത്. അതുവരെ 28 ദിവസമല്ലേ ഉള്ളൂ ഫെബ്രുവരിക്ക്. ബാക്കി എല്ലാ വിശുദ്ധന്മാരും എല്ലാ ആണ്ടിലും സെയിൻസ് ഡേ ആഘോഷിക്കുമ്പോൾ ഓസ്വാൾഡിൻ്റെ സെയിൻസ് ഡേ 4 കൊല്ലത്തിലൊരിക്കലേ ഉള്ളൂ. കാരണം അത് ഫെബ്രുവരി 29 ആർച്ച് ബിഷപ്പായി തീർന്നെങ്കിലും അദ്ദേഹം തൻ്റെ സ്ഥാനമാനങ്ങൾക്ക് അപ്പുറത്തായി പാവപ്പെട്ടവരെ സെർവ് ചെയ്ത അസുലഭമായ ഒന്നാണ് ഈ മാർപ്പാപ്പയുടെ കാലഘട്ടം. ഇനി നമുക്ക് ഈ മാർപ്പാപ്പ കഴിഞ്ഞപ്പോൾ അടുത്ത മാർപ്പാപ്പ 138 മാർപ്പാപ്പ ഗ്രിഗറി 5 മാർപ്പാപ്പയാണ്. 138 മാർപ്പാപ്പ ഗ്രിഗറി 5 996 മുതൽ 999 വരെ 3 വർഷമാണ് മാർപ്പാപ്പയായിരുന്നത്. അദ്ദേഹം സാക്സണിയിൽ ജനിച്ച ആളായിരുന്നു, ജർമ്മനിയിൽ ജനിച്ച ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പലപ്പോഴും ഫസ്റ്റ് ജർമ്മൻ പോപ്പ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ, എങ്കിലും അദ്ദേഹത്തെ വിളിക്കുന്നത് ഫസ്റ്റ് ജർമ്മൻ പോപ്പ് എന്നാണ്. അദ്ദേഹം സാക്സണിയിൽ ജർമ്മനിയിൽ ജനിച്ച് 996 മെയ് 3 അദ്ദേഹം മാർപ്പാപ്പയെ തിരഞ്ഞെടുത്തത്. ഓട്ടോ 3 ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സഹോദരനായിരുന്നു. ഓട്ടോ 3 ചക്രവർത്തി രാജകൊട്ടാരത്തിൽ നിന്ന് ഒരാളിനെ
പോപ്പാക്കണമെന്ന് ആഗ്രഹിച്ചു. പണ്ട് അവിടുത്തെ നമ്മുടെ ആൽഡറിക്കിൻ്റെ രാജാവിൻ്റെ മകനെയും ഒക്കെ പോപ്പാക്കിയ പോലെ ഈ ചക്രവർത്തിക്ക് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നൊരു പോപ്പ് വേണമെന്ന് ആഗ്രഹമുണ്ടായി. അങ്ങനെ ചക്രവർത്തി എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ പുത്രനെ പിടിച്ച് മാർപ്പാപ്പയാക്കി. അതാണ് ഈ ഗ്രിഗറി അഞ്ചാമൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ ഈ കുറച്ച് പേർക്ക് ദേഷ്യം ഉണ്ടായിരുന്നു അതിനകത്ത്. അവരെന്ത് പറ്റി? കാരണം ഈ ഓട്ടോ മൂന്നാമനെ ചക്രവർത്തിയെ വാഴിക്കാൻ വേണ്ടി മാർപ്പാപ്പ പോയിട്ടാണ് കിരീടം വെച്ചത്. അത് വെച്ചപ്പം ഇറ്റലിക്കാർക്ക് ശകലം ദേഷ്യം വന്നു. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 3-4 മാർപ്പാപ്പയുടെ കാലത്ത് 2 മാർപ്പാപ്പമാരെ തിരഞ്ഞെടുക്കുകയും പിന്നെ 2 മാർപ്പാപ്പന്മാരെ ആക്രമിക്കുകയും ഒരാളെ വധിക്കുകയൊക്കെ ചെയ്ത ആ ഗ്രാച്ചിയൻ കുടുംബക്കാർ അവരെന്ത് ചെയ്തു? അവർ ക്രേഷ്യൻസ് വന്നിട്ട് ഈ ചക്രവർത്തിക്ക് ഈ മാർപ്പാപ്പയ്ക്കെതിരെ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ മാർപ്പാപ്പ ആദ്യം ഒന്നും എതിർപ്പ് കാണിച്ചിട്ടില്ല. പക്ഷേ എംപറർ ചക്രവർത്തിയും സൈന്യവും സ്ലവോണിയയിലോട്ട് പോയ സമയത്ത് അവിടെ ഒരു ആക്രമണം ഉണ്ടായി. അത് നേരിടാൻ വേണ്ടി പോയ സമയത്ത് ഈ ഗ്രാച്ചിയൻ്റെ ആൾക്കാർ കുഴപ്പമുണ്ടാക്കി. ക്രേഷ്യൻസ് വന്നിട്ട് അവർ റോമിൽ ട്രബിൾ ഉണ്ടാക്കി. പോപ്പിന് രക്ഷയില്ല. പോപ്പ് ജീവരക്ഷാർത്ഥം പാവിയയിലോട്ട് ഓടി രക്ഷപ്പെട്ടു. പാവിയ എന്ന് പറയുന്നത് അദ്ദേഹം ജനിച്ച ജർമ്മനിയിലെ സ്ഥലത്തിനടുത്തുള്ളൊരു സ്ഥലമാണ്. അങ്ങോട്ടോടി രക്ഷപ്പെട്ടു. അദ്ദേഹം പാവിയയിലോടി രക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഈ റൈവൽ പോപ്പ് ജോൺ 16 എന്ന് പറയുന്ന ഒരാളിനെ അവർ പോസ്റ്റ് ചെയ്തു. എക്സിസ്റ്റിംഗ് പോപ്പ് 15 ഒരെണ്ണം കൂടെ കുട്ടി 16 എന്നൊരു പോപ്പിനെ അവർ റൈവൽ പോപ്പിനുണ്ടാക്കി. അപ്പോൾ എംപറർ ആ സമയത്ത് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നു. എംപറർ തിരിച്ചു വന്നപ്പോൾ തന്നെ സഹോദരൻ്റെ മോനെ അനന്തരവനെ യുവന്മാർ ഓടിച്ചു എന്ന് മനസ്സിലായി. അദ്ദേഹം എന്ത് ചെയ്യുന്നറിയാമോ? അദ്ദേഹം ഒരു സൈന്യവുമായിട്ട് വന്ന് ഈ ക്രാച്ചിയൻ കുടുംബത്തിലെ ആളുകളെയും അവരുടെ കൂടെയുള്ള 12 ഫോളോവേഴ്സിനെ പിടികൂടി. ഈ വിപ്ലവം നയിച്ചിരുന്ന 12 പേരും ഈ ഗ്രാച്ചിയൻ്റെ മോനും പഴയ മാർപ്പാപ്പയുടെ സഹോദരൻ്റെ മോനാണ്. അവരെ പിടികൂടി എല്ലാവരെയും തൂക്കിക്കൊന്നു. അവരെ തൂക്കിക്കൊന്നു എന്ന് മാത്രമല്ല, അവരെ നേരെ കൊണ്ടുപോയി മോണ്ടെ മാരോ ഹിൽസ് എന്ന് പറയപ്പെടുന്ന മലമുകളിൽ കൊണ്ടുപോയി. എന്നിട്ട് റൈവൽ പോപ്പ് ഉൾപ്പെടെ ഇവർ വാഴിച്ച മാർപ്പാപ്പയെ ഉൾപ്പെടെ പിടിച്ചുകൊണ്ടുപോയി. അവരുടെ എല്ലാം മൂക്ക് ചെത്തി കണ്ണ് മുഴുവൻ ചുഴഞ്ഞെടുത്തു. എന്നിട്ട് അവരെ പട്ടണ മധ്യത്തിലൂടെ വലിച്ചഴച്ച് കൊണ്ടുപോയി. എന്നിട്ട് തെരുവിലൂടെ വലിച്ചഴച്ച ശേഷം അവരെ കൊണ്ടുപോയി മൂക്കും പോയി കണ്ണും കുത്തിപ്പൊട്ടിച്ചിട്ട് അവരെ കൊണ്ട് ഇരുട്ടറയിലിട്ടു. അങ്ങനെ ഇരുട്ടറയിലിട്ട് ബാക്കിയുള്ള മെയിൻ പുള്ളികളെ മുഴുവൻ തൂക്കിക്കൊന്നു. ഫുൾദ എന്ന സ്ഥലത്താണ് ഇരുട്ടറയിലിട്ടത്. അപ്പോൾ ഈ ചക്രവർത്തി വന്ന് ഇവരെ ഓടിക്കുകയും റൈവൽ പോപ്പിനെ അറസ്റ്റ് ചെയ്ത് മൂക്കും വെട്ടി ചെവിയും വെട്ടി കണ്ണും കുത്തിപ്പഴിച്ച് കൊണ്ട് ഇരുട്ടറയിട്ട് ബാക്കിയുള്ളവരെല്ലാം ക്രേഷ്യൻസിനെയൊക്കെ തൂക്കി. ഈ വിവരമാണ് ചക്രവർത്തി തിരിച്ചു വന്നു. ചക്രവർത്തി തിരിച്ചു വന്ന് വത്തിക്കാനിൽ പ്രവേശിച്ച് അവിടെ താമസിക്കുമ്പോൾ ഈ തൂക്കിലേറ്റപ്പെട്ടവരും കണ്ണ് പോയവരുമായ ആൾക്കാർക്ക് ചില രഹസ്യ സപ്പോർട്ടുണ്ടായിരുന്നു വത്തിക്കാനകത്ത്. അവരെന്ത് ചെയ്യുന്നറിയാമോ? മാർപ്പാപ്പയുടെ ആഹാരത്തിൽ വിഷം കലർത്തി. അങ്ങനെ മാർപ്പാപ്പ വിഷം കഴിച്ച് മരിച്ചുപോയി. അന്ന് രാജാക്കന്മാരെ കൊല്ലാൻ വേണ്ടി ചില നമ്മൾ സൈനൈഡ് എന്ന് പറഞ്ഞ പോലെ ചില മരുന്നുകളുണ്ട്. അതാണ് വത്തിക്കാനകത്ത് കയറി കൊന്നത്. അങ്ങനെ വിഷം കഴിച്ച് മരിച്ച 8-9 മാർപ്പാപ്പരുണ്ട്. അതിലൊന്നാണ് ഈ ഗ്രിഗറി അഞ്ചാമൻ എന്ന് പറയുന്ന മാർപ്പാപ്പ. അതേ മാർപ്പാപ്പ 999 ഫെബ്രുവരി 18 മരിച്ചു. 3 വർഷത്തെ ഭരണക്രമം സ്വയം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ കാലത്ത് ലോക ചരിത്രത്തിൽ ചില പ്രത്യേക സംഭവങ്ങളുണ്ടായി. 1997 ചരിത്രത്തിലുണ്ടായ വലിയ അത്ഭുതമായ ഒന്നാണ് റഷ്യയിലെ സാർ ചക്രവർത്തിയായിരുന്ന വ്ളാഡിമിർ ഒന്നാമൻ. നേരത്തെ പറഞ്ഞ പോലെ അമ്മ ക്രിസ്ത്യാനിയായിരുന്നു. 1988 അദ്ദേഹം കീവിലെ റഷ്യക്കാർക്ക് ക്രിസ്തുമതത്തിൽ ചേരാൻ അനുവാദം കൊടുത്തു. ക്രിസ്തുമതത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ അനുവാദം കൊടുത്തു. അത് കഴിഞ്ഞ് 1995 ആയപ്പോൾ അദ്ദേഹം കീവിലെ റഷ്യൻസിന് ചുറ്റുമുള്ളവർക്ക് ക്രിസ്തുമതത്തിൽ ചേരാൻ അനുവാദം കൊടുത്തു. മറ്റേത് ഉള്ളവർക്ക് ആരാധനാസാധനം കൊടുത്തു. അത് കഴിഞ്ഞ് അവിടെ ഉള്ളവർക്ക് ക്രിസ്തുമതത്തിൽ ചേരാൻ അനുവാദം കൊടുത്തു. അപ്പോൾ അമ്മയുടെ പ്രേരണ ഉണ്ട് എന്ന് പറയപ്പെടുന്നു. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1997 ഒരു സംഭവം ഉണ്ടായത്. ബേസിൽ രണ്ടാമൻ പ്രഗത്ഭനായ ചക്രവർത്തി അദ്ദേഹത്തെ ശത്രു സൈന്യം ആക്രമിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ സൈന്യം കുറേ നേരിട്ടു.
പക്ഷേ അദ്ദേഹത്തിന് സൈനിക സഹായം വേണം. അദ്ദേഹം വ്ളാഡിമിർ ചക്രവർത്തിയോട് ആവശ്യപ്പെട്ടു, എന്നെ സഹായിക്കാമെന്ന് ചോദിച്ചു. വ്ളാഡിമിർ ചക്രവർത്തി പറഞ്ഞു, ഞാൻ സഹായിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. ഞാൻ ഇവരെയൊക്കെ നേരിടാൻ വേണ്ടിയുള്ള ഏറ്റവും ബെസ്റ്റ് വെപ്പൺ എന്ന് പറയുന്നത് ഒരു അവരുടെ ഏറ്റവും വരാഞ്ചിയൻ ഗാർഡ് എന്ന് പറയുന്നൊരു ഗാർഡാണ്. അത് ഈ നോർസ്മെൻ അല്ലെങ്കിൽ വൈക്കിങ്ങുകളുടെ ഒരു ഭാഗമാണ്. അവർ ഒരാൾ തന്നെ ഒരു 4-5 എതിരാളികൾ നേരിടും. അത്ര ഭയങ്കര സമരവീര്യമുള്ള ആരോഗ്യദൃഢഗാത്രരായ ആൾക്കാരാണ്. ബേസിലുണ്ടാവാൻ പറഞ്ഞു, വരാഞ്ചൻ ഗാർഡിനെ ഞാൻ തരാം, നിങ്ങൾ അവരെ കൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ സംരക്ഷണം ഏർപ്പെടുത്താൻ പറഞ്ഞു. അങ്ങനെ ഈ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയ്ക്കാണ് ഈ ബേസിൽ രണ്ടാമൻ്റെ ഒരു മകളുണ്ടായിരുന്നു. ആ മകള് കാണാൻ നല്ല സുന്ദരിയായിരുന്നു. അവളുടെ പേര് പോർഫിറോജനിത്ത അന്ന എന്നാണ്. പോർഫിറോജനിത്ത അന്ന. വ്ളാഡിമിർ ചക്രവർത്തി ഓൾറെഡി 2 സ്ത്രീകളെ കല്യാണം കഴിച്ച ഒരാളാണ്. ക്രിസ്തുമതത്തിൽ അങ്ങനെ ബഹുഭാര്യാവ്രതം ക്രിസ്തുമതത്തിൽ അംഗീകരിച്ചിട്ടില്ല. വ്ളാഡിമിർ ചക്രവർത്തി പറഞ്ഞു, ഞാൻ ഈ നിങ്ങളുടെ മതത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, അതുകൊണ്ട് എനിക്ക് 3ാമതൊരു ഭാര്യയായിട്ട് ഈ പെൺകുട്ടിയെ തരാൻ വില്ലിങ് ആണോ എന്ന് ചോദിച്ചു. ബേസിൽ രണ്ടാമൻ പറഞ്ഞു, ഞാൻ വില്ലിങ് ആണെന്ന് പറഞ്ഞു. പക്ഷേ കോൺസ്റ്റാന്റിനോപ്പിളിലെ രാജസദസ്സിൽ അവർ പറഞ്ഞു, ഈ രാജാവ് എന്ത് പണിയാണ് കാണിച്ചേ, പുറജാതിക്കാരനായ ഒരാൾക്ക് ക്രിസ്ത്യാനിയായ നമ്മുടെ രാജകുമാരിയെ കൊടുക്കാനോ എന്ന് പറഞ്ഞു. ഈ ചർച്ച ഇങ്ങനെ നടക്കുമ്പം അന്ന ഇറങ്ങി വന്നു. അന്ന ഇറങ്ങി വന്ന് പറഞ്ഞു, നിങ്ങളാരും ഇതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല, ഞാൻ വ്ളാഡിമിറിനെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്. ഒരു പക്ഷേ ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലെ ഒരു വലിയ ഇൻസ്ട്രുമെൻ്റായി ചിലപ്പോൾ മാറിയേക്കാം. പണ്ട് കന്യാസ്ത്രീ മറിയം ആദിമസഭയ്ക്ക് ഗൈഡ്ഷിപ്പ് കൊടുത്തതുപോലെ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയെ ക്രിസ്തുമതത്തിലേക്ക് കൊണ്ടുവന്ന് അത്ഭുതം കാണിച്ച സെയിൻറ്റ് ഹെലന രാജ്ഞിയെ പോലെ ഒരു പക്ഷേ എനിക്കും ക്രിസ്തുമതത്തിന് വേണ്ടി, യേശുക്രിസ്തുവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അച്ഛൻ എതിർപ്പൊന്നും കാണിക്കേണ്ട, വ്ളാഡിമിറിനെ കല്യാണം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. 997 റഷ്യയുടെ ചക്രവർത്തിയായ വ്ളാഡിമിർ ഒന്നാമൻ ഈ കോൺസ്റ്റാന്റിനോപ്പിളിൽ വന്ന ബേസിൽ രണ്ടാമൻ്റെ മകൾ പോർഫിറോജനിത്ത അന്നയെ കല്യാണം കഴിച്ചു. അന്നയെ കല്യാണം കഴിച്ച് 1 വർഷം കഴിഞ്ഞപ്പോൾ വ്ളാഡിമിർ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചു. വ്ളാഡിമിർ ചക്രവർത്തി അതിനൊരു 10-12 കൊല്ലം കഴിയുമ്പോൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. സ്വന്തം മകൻ തന്നെ വ്ളാഡിമിറിനെ കൊന്നു. പക്ഷേ വ്ളാഡിമിർ ചക്രവർത്തി ക്രിസ്തുമതം ചെന്നപ്പോഴേക്കും അവിടുത്തെ രാജകൊട്ടാരവും ചുറ്റുമുള്ളവരൊക്കെ ക്രിസ്തുമതം സ്വീകരിക്കാൻ തുടങ്ങി. റഷ്യയിലൊട്ടാകെ ക്രിസ്തുമതം സ്വീകരിക്കാൻ തുടങ്ങി. അങ്ങനെ അന്ന് വരെ യൂറോപ്പിൻ്റെ തെക്കൻ ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും മാത്രമായിരുന്നു ക്രിസ്തുമതം ഉണ്ടായിരുന്നത്. കഴിഞ്ഞൊരു 150 വർഷമായി ക്രിസ്തുമതം വടക്കൻ യൂറോപ്പിലോട്ട് പോയി, സ്കാൻഡിനേവിയൻ കൺട്രീസിലോട്ട് പോയി, നോർവേ, സ്വീഡൻ ആൻഡ് ഡെൻമാർക്ക്. പക്ഷേ കീവിൻ്റെ അവിടെ ഒരു വര വരച്ചിട്ട് അതിനപ്പുറത്ത് മാത്രമേ ക്രിസ്തുമതം ഉണ്ടായിരുന്നുള്ളൂ. യൂറോപ്പിൻ്റെ തന്നെ പകുതിയോളം പ്രദേശത്ത് ക്രിസ്തുമതം ഉണ്ടായിരുന്നില്ല. പക്ഷെ വ്ളാഡിമിർ ചക്രവർത്തി ക്രിസ്തുമതം സ്വീകരിച്ചതോടുകൂടി യൂറോപ്യൻ റഷ്യ എന്നറിയപ്പെടുന്ന യുറാൽ പർവ്വതനിരകൾക്ക് ഇപ്പുറത്തുള്ള 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ഓർത്തഡോക്സ് സഭയിലേക്ക് എത്തി. യൂറോപ്പിൻ്റെ ആകെ ഏരിയ 66 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ആകെ ഏരിയ 32 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ്. ഇന്ത്യയുടെ ഏതാണ്ട് ഇരട്ടിയാണ് യൂറോപ്പിൻ്റെ ആകെ വിസ്തൃതി. പക്ഷേ ഈ 66 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ 32 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ഒറ്റ രാജ്യമാണ് റഷ്യ. ആ റഷ്യയിലെ രാജാവ് അന്നയെ വിവാഹം കഴിച്ച് ഭാര്യയോടൊപ്പം വന്നതുകൊണ്ട് യൂറോപ്യൻ റഷ്യ മുഴുവൻ ക്രിസ്തുമതത്തിലെത്തി, ഓർത്തഡോക്സ് സഭയിലെത്തി. അതോടെ യൂറോപ്പ് മുഴുവൻ പരന്ന മതമായി മാറി ക്രിസ്തുമതം, ഹോൾ ഓഫ് യൂറോപ്പ്. ഇത് ചരിത്രത്തിൻ്റെ ഗതിയെ മാറ്റിമറിച്ച അത്ഭുതാവഹമായ ഒരു സംഭവമാണ്. ഓർത്തഡോക്സ് സഭയുടെ ആ ഏരിയ കത്തോലിക്ക സഭയുടെ ഏരിയയെ ക്രോസ് ചെയ്തു. റഷ്യ എന്ന് പറയുന്ന യൂറോപ്പിലെ ഏറ്റവും വലിയ രാഷ്ട്രം ക്രിസ്തുമതത്തിലേക്ക് എത്തി. ഒരു സ്ത്രീ കാരണം. ക്രൈസ്തവ ചരിത്രം വായിക്കുന്നവർ പറയും 4 സ്ത്രീകളാണ് കത്തോലിക്ക സഭയെ നാം കാണുന്ന രീതിയിൽ എത്തിച്ചത്, അല്ലെങ്കിൽ ക്രൈസ്തവ സഭയെ എത്തിച്ചത്. 1 കന്യാസ്ത്രീ മാതാവ്, യേശുവിൻ്റെ അമ്മയായ മറിയം. 2 കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ സെയിൻറ്റ് ഹെലന. 3
യൂറോപ്പിനെ ക്രിസ്തുമതത്തിലേക്ക്, ഈസ്റ്റേൺ യൂറോപ്പിനെ മുഴുവൻ ക്രിസ്തുമതത്തിൽ കൊണ്ടുവന്ന അന്ന, പ്രൊഫിറോ ജനിറ്റ അന്ന. നാലാമത്തത് സ്പെയിനിനെ മുസ്ലിം കടയിൽ തിരിച്ചു പിടിച്ച റീകോൺക്വസ്റ്റ് ചെയ്ത ഫെർണാൻഡ് ഇസബല്ലയിലെ ഇസബല്ല. ഈ 4 പേരാണ് ക്രിസ്തുമതത്തിന് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തത്. ആ ഇസബല്ല സ്പെയിനിനെ ക്രിസ്തുമതത്തിലോട്ട് കൊണ്ടുവന്നതുകൊണ്ടാണ് ഇന്ന് മെക്സിക്കോ തൊട്ട് താഴെ അറ്റം വരെയുള്ള സൗത്ത് അമേരിക്ക മുഴുവൻ ക്രിസ്തുമതത്തിലെത്തിയത്. 2.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ സ്ഥലം ക്രിസ്തുമതത്തിൻ്റെ കയ്യിലെത്തി. ഇന്ന് ഏതാണ്ട് 30 കോടി ജനങ്ങൾ വരുന്ന വിശാലമായ ഒരു ഏരിയ ക്രിസ്തുമതത്തിലെത്തി. അങ്ങനെ 4 സ്ത്രീകളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അന്നായുടെ പ്രസിദ്ധമായ റോള്. ഈ സമയത്ത് വളരെ പ്രസിദ്ധനായ ഒരു വിശുദ്ധ ജീവിച്ചിരുന്നു. അതാണ് സെയിൻറ്റ് അഡലെയ്ഡ് എന്ന് പറയുന്ന വിശുദ്ധ. 999 ഡിസംബർ 16 മരിച്ച് ഡിസംബർ 16 വിശുദ്ധ ദിവസമായിരിക്കുന്ന അന്ന, അഡലെയ്ഡ്. ആ അഡലെയ്ഡിൻ്റെ ചരിത്രം നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം.